ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായ സെമി സരാറയുടെ ടോപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒരു സാരിയിൽ നിന്നുള്ളൊരു ഔട്ട്ഫിറ്റാണ്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ആരും പറയില്ല സാരിയിൽ നിന്നുള്ള ഔട്ട്ഫിറ്റാണ്. നല്ല ഭംഗിയിലാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈനിങ് പീസിലേക്ക് കട്ടിങ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം യോക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. യോക്ക് പീസിന് മാത്രമേ ലൈനിങ് വയ്ക്കുന്നുള്ളൂ, ബോട്ടം പീസിന് ലൈനിങ് വയ്ക്കുന്നില്ല. അപ്പോൾ അത് നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീനേജേഴ്സിനെയും മീഡിയം സൈസിലുള്ള മെഷർമെൻറ്റാണ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിലും ഒരു മീഡിയം സൈസിലുള്ള ആൾക്കാർക്കൊക്കെയും തയ്ക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ സെമി സരാറ പാൻറ്റും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിങ് ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഷിഫോണിൻ്റെ മെറ്റീരിയലാണ്. നല്ല കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലാണ്. തുന്നാൻ കുറച്ച് പാടുള്ള മെറ്റീരിയലും കൂടിയാണ്. അപ്പോൾ നമ്മൾ പിൻസൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടാണ് നല്ല ഭംഗിയിൽ നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിലുള്ള മെഷീൻ്റെ സെയിം മെയിൻ പീസിലേക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഡിസൈൻസൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിസൈൻസ് നിങ്ങൾക്ക് എവിടെ വരുന്നത് എന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ പീസിലേയും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈനിങ് പീസ് ഈ ഒരു പോർഷനിലേക്ക് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് താഴേക്ക് നമ്മൾ പ്ലീറ്റ്സ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് തന്നെ ഓൾറെഡി ഹെവി ആയിട്ട് ഉണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലൈനിങ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ സ്ലീവ്സ് ഇപ്പോൾ ആരും തന്നെ ലൈനിങ് വെക്കാതെ ഇടുന്നത്. അപ്പോൾ അതും നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ബലൂൺ സ്ലീവ് പോലെയാണ്, നല്ല പഫി ആയിട്ട് ഏറ്റവും എൻഡിലായിട്ട് എലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കട്ട് ചെയ്യുന്നതായ സ്ലീവ് നല്ല പഫി ആയിട്ട് ഗാദറിങ് വരുന്നതായിട്ടും അതുപോലെ തന്നെ താഴേക്ക് നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് ബലൂൺ സ്ലീവ് പോലെ നിൽക്കുന്ന ഒരു മോഡലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളി മോഡലാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കട്ടിങ്ങാണ് നമ്മൾ ബോട്ടം പീസിലേക്ക് ഫ്രിൽസ് അറ്റാച്ച് ചെയ്യുന്ന കട്ടിങ്സാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബോട്ടം പീസിന് എത്രമാത്രം ഫ്രിൽസ് വേണോ അതിനനുസരിച്ച് തുണി എടുത്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ യോക്ക് പോർഷനെക്കാട്ടിയും ഒരു 2 times 3 times കൂടുതലുള്ള തുണി എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഗാദറിങ്ങിൽ നമുക്ക് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ നെക്ക് ആദ്യമായിട്ട് അടിക്കുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി എല്ലാ വീഡിയോസിലും കാണിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ക്യാൻവാസ് ഒന്നും വയ്ക്കാതെ ജസ്റ്റ് അടിച്ചിട്ട് മറിച്ച് കൊടുക്കുന്ന രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിലത്തെ നെക്കിൽ ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ട് ഹുക്ക് വയ്ക്കുന്ന രീതിയിലാണ് തയ്ച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ 2 ഷോൾഡേഴ്സും പുറമൊന്നുപോലൊന്നും കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പഫി ആയിട്ടുള്ള ഗാദറിങ്ങുള്ള സ്ലീവ്സാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ്സിന് എൻഡിലായിട്ട് നമ്മൾ എലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ യോക്ക് പോർഷൻ്റെ താഴേക്ക് നമ്മൾ ഫ്രിൽസ് ഇട്ടിട്ടുള്ളതായ നമ്മുടെ ഷറാറിൻ്റെ ലുക്ക് വരുത്തുന്നതായ ആ ഒരു പീസിന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട്
എന്നിട്ട് നമ്മുടെ സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിനി സറാറ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആ ഗാദറിങ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സറാറയുടെ ലുക്കും ചേഞ്ചസ് വരും. സറാറയിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒരു മോഡൽ എനിക്കിഷ്ടപ്പെട്ടതും എൻ്റേതായ യൂണിക്നെസ്സിലും ഞാൻ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മിനി സറാറ അവിടെ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഗാദറിങ് നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് കുറേ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുക. അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്ത് കിട്ടിയ റിസൾട്ടാണ്. അതുപോലെ ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല കുഴഞ്ഞെടുക്കുന്ന നല്ലൊരു മോഡലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ അതിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ അടിപൊളിയായിട്ട് കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ.